ഹായ് ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, ഇന്ന് വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ ജനറേഷൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ PCOD. എന്താണ് ഡോക്ടർ PCOD? PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം. അതിൽ ബേസിക്കലി ഒരു ഹോർമോൺ ഇംബാലൻസ് ആണ് കൂടുതൽ കാണുന്നത്. അത് ജനറ്റിക് മേക്കപ്പും കൊണ്ട് വരാം, അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ കോസസും കൊണ്ട് വരാം. അപ്പോൾ അതിൽ വരുന്നത് കൂടുതലും അമിതമായ വണ്ണം വരാം, ഇറഗുലർ സൈക്കിൾസ് വരാം, ഹിർസുറ്റിസം, അത് മെയിൽ ഹോർമോൺ കൂടിയിട്ട് താടിയിലൊക്കെ രോമം, മീശ, അങ്ങനെയുള്ള ഇതൊക്കെ വരാം. ഇതൊക്കെയാണ് കൂടുതലും PCODയിൽ കണ്ടുവരുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ PCODയും PCOSും സെയിം ആണോ? PCOD PCOSും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ബേസിക് പ്രോബ്ലംസ് സിമിലർ ആണെങ്കിലും സിവിയറിറ്റി കൂടുതൽ PCOSലായിരിക്കും. PCOSലാണ് നമുക്ക് കൂടുതൽ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ കൂടുതൽ PCOSലായിരിക്കും. PCOD നമുക്ക് കൂടുതലും ലൈഫ് സ്റ്റൈൽ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ കൂടുതലും ഹോർമോൺ ടെസ്റ്റും ഹൈറ്റ്, വെയിറ്റ്, മെഷർമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് അബ്ഡോമിനൽ ഗർത്ത് ഒക്കെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സ്കാനിങ്ങും ഒക്കെ ചെയ്താൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള രോഗകാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എനി മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെങ്കിലോ കുറേയൊക്കെ ജനറ്റിക് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ജീൻസിൻ്റെ അനുസരിച്ചിരിക്കും വെദർ വി ആർ പ്രോൺ ഫോർ സം ഡിസീസസ് ഓർ നോട്ട്. അപ്പോൾ ഒന്ന് ജനറ്റിക് ആണ്, പിന്നെ എൻവയൺമെൻറ്റൽ കോസസ് ആണ്. എൻവയൺമെൻറ്റൽ കോസസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഈ എന്താ പറയുക, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ഇല്ല, മിക്കവാറും ഇപ്പോൾ എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുകയാണ്, കൗച്ച് പൊട്ടറ്റോസ് ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള ആ ഒരു, അപ്പോൾ ഓൾറെഡി നമ്മൾ റിസ്ക് ആണ്, നമ്മുടെ ജീൻസ് കൊണ്ട് നമുക്ക് റിസ്ക് ഉണ്ട്, പക്ഷെ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ബാക്കിയുള്ള കോസസ് ലൈക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ എക്സസൈസ്, ഡയറ്റിങ്, നമ്മൾ ക്ലീൻ ഈറ്റിംഗ്, ഏർലി ഡിന്നേഴ്സ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ PCOD ആൾക്കാർക്ക് കൂടുതൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് പറയാറ്. പക്ഷേ PCOS വരുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്ത് തന്നെ പോണ്ടി വരും, എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റിയിലൊക്കെ. അപ്പോൾ പ്രഗ്നൻസിയുമായി ഇതിന് ബന്ധമുണ്ടല്ലേ ഡോക്ടർ? ഉറപ്പായിട്ടും ഉണ്ട്. പ്രഗ്നൻസിയിൽ എന്താ PCODയിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നോർമലി ഒരു PCOD ഇല്ലാത്ത ഒരാൾക്ക് ഒരു 28 ഡേയ്സ് സൈക്കിളാണെങ്കിൽ ഒരു 14th 15th ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഓവുലേഷൻ നടക്കണം. PCODക്കാർക്ക് ഇമ്മച്യൂർ എഗ്ഗാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും ഓവുലേഷൻ നടക്കാതെ വരും, ആനോവുലേഷൻ വരും. എഗ്ഗ് വെളി വന്നാൽ മാത്രമല്ലേ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലും നമ്മൾ ഫോളിക്കുലർ സ്റ്റഡിയൊക്കെ ചെയ്ത് നോക്കും, വെദർ ഓവുലേഷൻ നടക്കുന്നുണ്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം മരുന്ന് കൊടുക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇഞ്ചെക്ഷൻസ് കൊടുക്കും. അങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രോഗം ഏത് ഏജ് മുതലാണ് ഡോക്ടർ കണ്ടുവരുന്നത്? നോർമലി ഒരു പ്യൂബർട്ടി ഏജ്, ആ ടീനേജ് വരുമ്പോഴാണല്ലോ ഈ ഹോർമോണൽ സർജസ് വരുന്നത്. ആ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു മെനാർക്കി ആയ ഒരു കുട്ടിക്ക് ഒരു ആദ്യം വരുന്നൊരു 1 to 2 years ചിലപ്പോൾ ഇറഗുലാരിറ്റി വരാം, ബിക്കോസ് ഓഫ് ദി ഇമ്മച്യൂർ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ് ട്രാക്ട് മെച്യൂർ ആവുന്നോടം വരെ ചെറിയ ഇറഗുലാരിറ്റി വരാം. പക്ഷേ അല്ലാതെ അത് കഴിഞ്ഞിട്ടും ഇറഗുലറായി ചിലർക്കൊക്കെ പറയും 6 മാസത്തിലൊരിക്കലൊക്കെ പീരീഡ് വരിക എന്ന് പറയും. അതൊന്നും ശരിയല്ല. ഒരു 30-35 ഡേയ്സിനുള്ളിൽ പീരീഡ് വരണം. ആ രീതിയിൽ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ PCOD എന്ന് പറയുന്നത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണോ? ചികിത്സ എന്ന് പറയുന്നത്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ആണിത്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ടും എക്സസൈസ്, ഡയറ്റ്, മറ്റ് PCOS ആണെങ്കിൽ മെഡിക്കേഷൻസും ഇതും കൂടെ ഉള്ളപ്പോൾ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ PCOD ഉള്ളവർക്ക് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് നേരത്തെ കൂട്ടി ഡയബറ്റീസ് വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, സെൻട്രൽ ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ വയറിലായിരിക്കും കൂടുതൽ, ഇറ്റ്സ് എ മെറ്റബോളിക് പ്രോബ്ലം. അപ്പോൾ വയറിലായിരിക്കും ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് സ്ട്രോക്ക്, അറ്റാക്ക്, അങ്ങനെയുള്ള ചാൻസസ് കൂടുതൽ. ഈവൻ സം ക്യാൻസേഴ്സ് ആർ ഓൾസോ ഇതുമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി, ഈയിടെ ഒരു സ്റ്റഡി ഞാൻ വായിക്കാനിടയായി. ഈ PCOD ഉള്ളവർക്ക് ഉണ്ടാകുന്ന കുട്ടികളിൽ ഓട്ടിസം കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട്. അതൊരു അസോസിയേഷൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ് കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PCOD ഉണ്ടെങ്കിൽ എപ്പോഴും മേക്ക് ഷുവർ യു ഗെറ്റ് ഇറ്റ് ട്രീറ്റഡ്. PCOD അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് വഴി രോഗനിർണയം നടത്താൻ പറ്റുമോ? അതെ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമ്മൾ കാണുന്നത് ഒരു പേൾ ഓഫ് നെക്ലസ് അപ്പിയറൻസ് എന്നാണ് പറയുക. ഒരു പേൾ നെക്ലസ് പോലെ ഓവറിയുടെ ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ പോലെ ഉണ്ടാവും. അതാണ് നമ്മൾക്ക് ശരിക്കുമുള്ള മെച്യൂർ ആയിരിക്കില്ല, എല്ലാം ഇംപ്രിമെച്യൂർ ആയിട്ടുള്ള ഫോളിക്കിൾസ് ആയിരിക്കും. അങ്ങനെയുള്ളതിൽ ഓവുലേഷൻ നടക്കില്ല. പിന്നെ അതുപോലെ ഓവറീസ് നല്ല ബൾക്കി ആയിരിക്കും, നല്ല വലിയ ഓവറീസ് ആയിരിക്കും. അപ്പോൾ ഈ ഫോളിക്കിൾസിൽ നിന്നൊക്കെ മെയിൽ ഹോർമോൺസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഈ മെയിൽ ഫീച്ചേഴ്സ് വരിക. ഭയങ്കര മൂഡ് സ്വിങ്സ് വരാറുണ്ട്. ഈ PCOD ഉള്ള ആൾക്കാർക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള മെൻ്റൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് PCOD നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്.
എന്ന് പറഞ്ഞാൽ ഒരു ഡയറ്റീഷ്യൻ വേണം, ഒരു എക്സസൈസ് വെയ്റ്റ് ട്രെയിനർ വേണം, ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് വേണം, ചിലപ്പോൾ എൻഡോക്രിനോളജിസ്റ്റും വേണ്ടി വരും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടി, ഒരു സൈക്കോളജിസ്റ്റും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ്, ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ എല്ലാത്തിനും ഇതിൽ പങ്കുണ്ടല്ലേ? വളരെയധികം. അപ്പോൾ PCODയുടെ നമ്മളത് കൺഫേം ചെയ്തിട്ടാണോ ഈ ഒരു ലൈഫ് ചേഞ്ചിലേക്ക് വരേണ്ടത്, അതോ ഏത് സിംറ്റംസ് വരുമ്പോഴാണ് നമ്മളിതൊക്കെ നമ്മൾ അവർ കൂടുതലും വരുന്നത്? എല്ലാവരുടെയും വിചാരമുണ്ട് വെയിറ്റ് കൂടുന്നവർക്ക് മാത്രമേ PCOD ഉള്ളൂന്ന്. തിൻ PCOD ഉണ്ട്, വെയിറ്റ് കൂടുതലുള്ള PCOD ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ ഇറഗുലർ സൈക്കിൾസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ചിലർക്കാണ് 2 മാസം 3 മാസം പീരീഡ് വരില്ല, അത് കഴിഞ്ഞ് വരുന്നത് കണ്ടിന്യൂസ് ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് വന്ന് നമ്മളിത് നിർണ്ണയിക്കണം. നമ്മൾക്ക് നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുക്കുക, ഡീറ്റെയിൽ എക്സാമിനേഷൻ ഓഫ് ദ പേഷ്യൻറ്റ്, പിന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ വരിക. ഇൻവെസ്റ്റിഗേഷനിൽ പീരീഡിൻ്റെ സെക്കൻഡ് ഡേ നമ്മൾ ഈ ഹോർമോൺസ് ചെക്ക് ചെയ്ത് നോക്കും. ഹോർമോൺ പ്രൊഫൈൽ, FSH, LH, പ്രൊലാക്റ്റിൻ, ഇൻസുലിൻ, ടെസ്റ്റോസ്റ്റിറോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ കൊച്ചു കുട്ടികളൊക്കെയാണ്, ടീനേജേഴ്സൊക്കെയാണ് നമ്മൾ പറയും ഡയറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ. ഏർലി ഡിന്നർ മേക്സ് എ മേജർ റോൾ. ഇപ്പോൾ എല്ലാവരും ഡിന്നർ കഴിക്കുന്നത് എങ്ങനെയാണ്? ഒരു 9 മണിയാകുമ്പോൾ എല്ലാ വീട്ടിലും സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം വരും അല്ലേ? ഞങ്ങൾ പറയുന്നത് എന്ത് കഴിച്ചാലും ഒരു 6:37 കഴിക്കുകയാണെങ്കിൽ ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അതേപോലെ തന്നെ ഒരു 1 hour ഓഫ് വാക്കിംഗ്. ഇപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടം. ചിലർക്ക് യോഗ ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് സുംബ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം, ഓവർ വെയിറ്റ് ഉള്ളവർ സുംബ ചെയ്ത് കഴിഞ്ഞാൽ ദേ എൻജോയ് ദ ആംഗിൾ ആൻഡ് നീ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ഡയറ്റും എക്സസൈസും ഒക്കെ പറഞ്ഞു കൊടുക്കുക ചെയ്യാം. ഡോക്ടർ, മാരേജ് കഴിഞ്ഞവരുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ സെക്ഷൽ ലൈഫിനെ ഇത് ബാധിക്കുമോ? വളരെയധികം ബാധിക്കാറുണ്ട്. ബിക്കോസ് ഇതിൽ PCOD എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിരിക്കും. അപ്പോൾ പാർട്ട്ണറാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൗൺസിൽ ചെയ്യുമ്പോൾ ഇവരുടെ പാർട്ട്നേഴ്സിനെയും കൂടെ വിളിച്ചിട്ട് വേണം കൗൺസിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൂഡ് സ്വിങ്സ് വരുന്നത് ആളുടെ കുഴപ്പമല്ല, ഇത് ആളുടെ ഹോർമോൺസിൻ്റെ ഇഷ്യൂസാണ്. അപ്പോൾ അവർക്കും ഇത് എന്താണെന്ന് മനസ്സിലാവുമ്പോൾ ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പമുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ 2 പേരെയും കൂടി ഇരുത്തിയിട്ടാണ് കൗൺസിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ സെക്ഷുവൽ ഡ്രൈവ്, ലിബിഡോ, അങ്ങനെയുള്ള കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി ഈ ഓരോരുത്തരുടെ സെക്ഷുവാലിറ്റി വ്യത്യാസമാണ്. സോ അപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദർ സംതിങ് കോൾഡ് എ കപ്പിൾ കൗൺസിലിംഗ്. ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഓവുലേഷൻ മാസത്തിൽ ഒരിക്കൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് മാത്രമാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. അത് കൃത്യമായിട്ട് എപ്പോഴാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇഫ് യു ആർ ട്രൈങ് ഫോർ എ ബേബി അതിന് വേണ്ടി നോക്കുക, അല്ലെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അവർ തമ്മിലുള്ള ഒരു എന്തുണ്ടെങ്കിലും തുറന്ന് പറയാനുള്ള ഒരു ഇത്. അപ്പോൾ പാർട്ട്ണർ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് ഈ കുട്ടിയുടെ പ്രോബ്ലം അല്ല, അത് ദിസ് ഇസ് പാർട്ട് ആൻഡ് പാർസൽ. മെനോപോസ് ആകുമ്പോൾ ആൾക്കാർക്ക് മൂഡ് സ്വിങ്സ് വരില്ലേ എന്ന് പറഞ്ഞ പോലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ കൗൺസിൽ ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ നോക്കുക. പക്ഷേ ചില കേസിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ ഒരു ലിമിറ്റ് കൂടി സൂയിസൈഡൽ ടെൻഡൻസിയൊക്കെ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എന്താന്ന് പറഞ്ഞാൽ ഈ PCODയിൽ ഈ ഹെയർ ഗ്രോത്തും വണ്ണും ഒക്കെ വരുമ്പോൾ ഇവർ കണ്ണാടി നോക്കുമ്പോൾ അവരുടെ ഇമേജ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവായിട്ട് തോന്നും. അതാണ് നമ്മൾ ബെറ്റർ ആക്കിയെടുക്കുക. പിന്നെ ഡാർക്കനിങ് ഓഫ് ദ ഫേസ് ഉണ്ടാവും. ഈ പെരിയോറൽ പിഗ്മെൻറ്റേഷൻ, കഴുത്തിന് പുറകിൽ ഇങ്ങനെ വെൽവെറ്റി ബ്ലാക്ക് ആയിട്ട് ഒരു അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, ഫോൾഡിലെല്ലാം, ചിലപ്പം ബ്രസ്റ്റിൻ്റെ അടിയിൽ അല്ലെങ്കിൽ എല്ലാ ഫോൾഡിലും വരാം, നെഞ്ചിൻ്റെ നടുക്കായിട്ട്. അപ്പോൾ ഇങ്ങനെ മാർക്സൊക്കെ ആകുമ്പോൾ കൊച്ചുകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും ടീനേജേഴ്സ് അറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് എല്ലാ സ്ലീവ്ലെസ്സും സ്ട്രാപ്പും ഒക്കെ ഇടുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കുറവ് വരും. അപ്പോൾ അതൊക്കെ നമ്മളപ്പോൾ അത് കോസ്മെറ്റോളജിസ്റ്റിനെ ഇൻവോൾവ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എങ്ങനെയാണ് സിംറ്റം എന്താണെന്നനുസരിച്ചിട്ടാണ് നമ്മൾ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്ത് പോകണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ സാധാരണ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്തൊക്കെയാണ് ഡോക്ടർ? കാരണം എല്ലാവർക്കും ഇതൊരു ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളൊരു ആശങ്കയുണ്ട്. അപ്പോൾ നോർമലി നമ്മളിത് എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ വരുന്നത്? ഓക്കെ, ട്രീറ്റ്മെൻറ്റ് വരുന്നത് കൂടുതലും നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി എല്ലാം നോക്കിയ ശേഷം അവരുടെ ഹോർമോൺ പ്രൊഫൈൽ എങ്ങനെയാണോ അതനുസരിച്ച്, ചിലർക്ക് സിറം ഇൻസുലിനൊക്കെ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ചിലരുടെ നമ്മൾ PCOD മെഡിക്കേഷൻസിലെ മെറ്റ്ഫോമിൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഗ്രാൻഡ് മദർ പറയും, അയ്യോ ഇത് ഞാൻ ഷുഗറിന് കഴിക്കുന്ന ഗുളികയാണല്ലോ എന്ന് പറയും. പക്ഷേ വാട്ട് ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് PCODക്കും ഡയബറ്റീസിനും ഒരേ ബേസിക് തിങ്സ് സെയിം ആണ്. അപ്പം നമ്മൾ മെറ്റ്ഫോമിൻ കൊടുക്കുന്നത് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ വളരെ ഹൈ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ കുട്ടിയും 13 year old എനിക്ക് ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മളത് നമ്മൾ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് പറയും ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇത് തരാനുള്ള കാരണം ഇതാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ.
PCODക്ക് ലൈഫ് ത്രെട്ടനിങ് ആയി ക്യാൻസർ പോലുള്ള രോഗങ്ങളുമായി ബന്ധമുണ്ടോ ഡോക്ടർ? ഉണ്ട്. PCOD അൺകറക്റ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഹോർമോൺസിൻ്റെ പ്രോബ്ലം കാരണം എൻഡോമെട്രിയൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹോർമോൺ ഗുളിക എടുക്കുമ്പോഴും വളരെ കെയർഫുള്ളായിട്ട് എടുക്കണം. ഈയിടെ ഒരു പേപ്പറിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, PCODക്ക് യങ് ഒരാൾക്ക് ഹോർമോൺ കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ അറ്റാക്ക്, 27 ഇയർ ഓൾഡ് എന്തോ ലേഡി അറ്റാക്ക് കാര്യങ്ങളായിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും ആ ഒരു പേഷ്യൻറ്റിൻ്റെ പ്രൊഫൈൽ നോക്കി എങ്ങനെയാണ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അവരുടെ ഫാമിലിയിലോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഉണ്ട്, ഡീറ്റെയിൽ ഹിസ്റ്ററി എടുത്ത ശേഷം മാത്രമേ നമ്മൾ മരുന്ന് കൊടുക്കാവുള്ളൂ. വെയിറ്റ് റിഡക്ഷൻ ഇതിൻ്റെ മാൻഡേറ്ററി ആണ്. വെയിറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചില ക്യാൻസേഴ്സ് തന്നെ വെയിറ്റുമായിട്ട്, ഒബീസിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. എൻഡോമെട്രിയൽ ക്യാൻസറൊക്കെ അതുപോലെയാണ്. അപ്പോൾ ഒരാളുടെ ഹൈറ്റ് അനുസരിച്ചുള്ള വെയിറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഏറ്റവും. പിന്നെ ക്ലീൻ ഈറ്റിംഗ്. ഒരാളെപ്പോഴും ഞങ്ങളുടെ PCODക്കാർ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഡയറ്റ് എങ്ങനെ വേണം ഡോക്ടറെ എന്ന്. അപ്പം എൻ്റെ ഒരു അഡ്വൈസ്, ഞാൻ പേഴ്സണലി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6:37 ആകുമ്പോൾ ഡിന്നർ കഴിക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുവാണ്, ടേക്ക് ദ സ്മോളസ്റ്റ് പ്ലേറ്റ്. 50% ഷുഡ് ബി വെജിറ്റബിൾ, ബാക്കി 25% കാർബ്സ്, 25% പ്രോട്ടീൻസ്. അതിൽ ഏറ്റവും ആദ്യം കഴിക്കേണ്ടത് നമ്മൾ പച്ചക്കറിയാണ്. പച്ചക്കറി കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് ദഹിക്കില്ല, ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ നമ്മുടെ രീതിയിൽ ആദ്യം ചോറിട്ട് അതിൻ്റെ മൂലക്കായിരിക്കും കറി ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഇപ്പോൾ അവിയലോ തോരനോ നാര് കൂടുതലുള്ള ഭക്ഷണമാണ് വേണ്ടിയത്. വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, ചീര, അവിയൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം പച്ചക്കറി ഒന്ന് കഴിച്ച ശേഷം വേണം ബാക്കി കഴിക്കാൻ. അപ്പോൾ എന്ത് പറ്റും, പച്ചക്കറി ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അതുപോലെ ഇന്നത്തെ കാലത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫുഡുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആമസോണിൽ തന്നെ ഒത്തിരി റൈസസ് ഉണ്ട് ഗ്ലൈസീമിക്കിൻ്റെ, അതെ, ബ്രൗൺ റൈസ്. അതൊക്കെ കഴിക്കുന്നതും PCODക്കാർക്ക് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം, പിന്നെ സാലഡ്സ്, 2 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. 2 ലിറ്റർ എങ്കിലും മിനിമം വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഞങ്ങളുടെ കൺസേണിനൊക്കെ വിശദമായി തന്നെ ഡോക്ടർ മറുപടി നൽകി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.